രാമായണം ഒരു 2 വരിയെങ്കിലും വായിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് രാമായണം വായിച്ച് തീർക്കാറുണ്ട്. ഈ വർഷം എനിക്കത് സാധിക്കുന്നില്ല. എങ്കിലും ഒരു 4 വരിയെങ്കിലും വായിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നലെയും കുറച്ച് വായിച്ചെന്നും കുറച്ച് വായിക്കാം എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. ഈ കൊല്ലം ഇടയ്ക്കും തലയ്ക്കുന്നൊക്കെ വായിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്കറിയുമല്ലോ, വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണം അരുൾ ചെയ്താൻ, ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥാ കളഞ്ഞിടുകരുതല്ലോ. യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പൂക്കൂ. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചു തന്നത് കേട്ട നേരം, മനസ്സ് നിറഞ്ഞോരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളും എടുത്ത് ഭക്തിയോടും ആചാര്യനോടും വിശ്വാടം പ്രാപിച്ച നേരം, ആമോദപൂർവം പൂജിച്ചാൽ ആചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി ഇന്ദ്രേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ട് ചോദിച്ചു നൃപേന്ദ്രനും കന്ദർപ്പൻ കണ്ടു വന്നിച്ചിരിടിന ജഗദേക സുന്ദരന്മാരാമി ഇവരാരെന്ന് കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. ഭഗവാനെ ഭക്തവത്സല, വർഷങ്ങളായി രാമായണം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർക്കാറുണ്ട്. ഈ വർഷം എനിക്കതിന് സാധിക്കുന്നില്ല. ഇന്നലെ ഒരു കുറച്ച് വായിച്ചു, ഇന്നൊരു ഒത്തിരി വായിച്ചു. വായിക്കാതിരിക്കുന്നതും എനിക്ക് സമാധാനമില്ല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ കുറച്ച് ഒരാരോഗ്യസ്ഥിതി മോശമാണ്. സ്കാനിങ്ങും പിന്നെ എക്സ്റേയും ഒക്കെ എടുത്തു. ഞാൻ വേദനയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. വേദനയാണ് മെയിനായിട്ട്, പിന്നെ ശരീരത്തിൽ നീരും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒക്കെ അങ്ങോട്ട് പോകുന്നു മുമ്പോട്ട്. ഇനി പൂർവാധി ഉന്മേഷത്തോട് ഞാൻ വന്ന് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ഒക്കെ ഇടും എന്നുള്ള ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്നാലും എനിക്ക് ഒരു ദിവസം ഒരിക്കലെങ്കിലും നിങ്ങളെയൊക്കെ കണ്ടില്ലൊരു വിഷമമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലുമൊക്കെ എൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് പിന്നെ എക്സ്റേയും സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ അതുകൊണ്ട് റിസൾട്ട് ഞാൻ കാറിലിരുന്ന് തന്നെ മാഷ കൊണ്ടുപോയി കാണിച്ചവരെ. എന്നിട്ട് ഇനിയും 2 ഡോക്ടേഴ്സ് ആണ് കൺസൾട്ടിങ്. അവർ എന്നിട്ട് തമ്മിൽ ആലോചിച്ചിട്ട് വിവരങ്ങളൊക്കെ നമ്മളെ അറിയിക്കുകയോ മെയിൽ ചെയ്യുകയോ ചെയ്യും. 5 ദിവസത്തേക്കുള്ള മരുന്ന്, എൻ്റെ സാധാരണ മരുന്നുകൾ കൂടാതെ 5 ദിവസത്തേക്കുള്ള മരുന്നുകൾ കൂടി തന്നിട്ടുണ്ട്. അതൊക്കെ കഴിക്കുകയാണ്. കഴിച്ചിട്ട് ഒക്കെ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായി തീരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട്. നിങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര മഴയാണല്ലോ. കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം, നിങ്ങളും ശ്രദ്ധിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ പനിയും അങ്ങനെയുള്ള സംഭവം കൊറോണയല്ല കോളറയൊക്കെ ഉള്ള സമയമാണ്. പിന്നെ മഴയും കമ്പി പൊട്ടി വീഴലും വൈദ്യുതി ആഘാതങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കണം, എല്ലാവരും സൂക്ഷിക്കണം. എല്ലാവരും ആരോഗ്യമാണ് സമ്പത്ത്. അതില്ലാതെ വരുമ്പോഴത്തെ അവസ്ഥകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടും സമാധാനത്തോടും കൂടി ഇരിക്കുക. ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. നിങ്ങളെല്ലാവരും ഭവനങ്ങളിൽ, നമ്മുടെ വീടുകളിൽ രാമായണം കുറച്ചെങ്കിലും വായിക്കണം. കുട്ടികളെ കൊണ്ട് 4 വരി വായിപ്പിക്കണം. അല്ലേ വായിക്കാൻ അറിയാത്ത കുട്ടികളെ മടിയിലിരുത്തി നിങ്ങൾ വായിച്ച് കേൾപ്പിക്കണം. ഈശ്വരനാണ്, ഈശ്വര ചിന്തയാണ്, ഈശ്വരഭക്തിയാണ് എല്ലാത്തിനും ആധാരമായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും
രാമായണമൊക്കെ വായിച്ച് മനസ്സ് സമാധാനമായി മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി ഈ ഒരു മാസം നമുക്ക് കഴിച്ചു കൂട്ടാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ടീച്ചർ ഒരു ഗുഡ് നൈറ്റ് പറയുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.